ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു അംബ്രല്ല കട്ട് ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. വെറും 100 രൂപയുടെ ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് തയ്ച്ചെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമോ? വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡെൽറ്റ ക്രഷിൻ്റെ ഫാബ്രിക്കാണ്. ഇത് ഞാൻ 1 മീറ്ററാണ് ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപ മാത്രമാണ്. അപ്പോൾ ഞാൻ 1 മീറ്ററാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 58 ഇഞ്ചസാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിനെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മടക്കിയെടുക്കണം. ഈ ഒരു കോർണറിൽ പിടിച്ചിട്ട് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ മടക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒന്നും കൂടെ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ഫോൾഡായിട്ടാണ് ഇപ്പോൾ മടക്കിയെടുത്തിട്ടുള്ളത്. ആദ്യം 2ആയിട്ട് മടക്കിയെടുത്ത് പിന്നെ ഒന്നും കൂടി മടക്കുമ്പോൾ ഇതുപോലെ 4 ലെയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ പീസിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ അംബ്രല്ല കട്ടിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ മടക്കിയെടുക്കുന്നത് അതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത്താണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 4 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഷോൾഡർ ലെങ്ത് ആയിട്ട് 9 ഇഞ്ചസാണ് കിട്ടേണ്ടത്. അതിനെ ഇതുപോലെ 2ആയിട്ട് മടക്കുമ്പോൾ 4.5 ഇഞ്ചസാണ് എനിക്കിവിടെ കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ, ഇത് നമ്മൾ യോക്കിന് വേണ്ടിയിട്ട് വേറെ കട്ട് ചെയ്യുക ഒന്നുമില്ല. അപ്പോൾ ഒറ്റ പീസിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ 23 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പോൾ സീം അലവൻസിനോട് കൂട്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ഞാനിതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കർവിലായിട്ടാണല്ലോ നമ്മൾ താഴെ ഭാഗം ഒരു അംബ്രല്ല കട്ടാകുമ്പോൾ നല്ല റൗണ്ടിൽ കിട്ടണം. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ്സ് ഇതുപോലെ 24 ഇഞ്ചസ് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. താഴെ ഭാഗത്ത് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 4.5 ഇഞ്ചസാണ് കേട്ടോ ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇനി നമുക്ക് ആം ഹോളിന് വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ടൊരു 3 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ കർവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് ലെങ്ത്ത് ആയിട്ട് എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്ത് വരേണ്ടത് 12.5 ഇഞ്ചസാണ് കേട്ടോ. ഞാനൊരു 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ലൂസിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ യോക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു ലെങ്ത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു അംബ്രല്ല കട്ട് ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നല്ല വീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നടുഭാഗമൊക്കെ കണ്ടില്ലേ, നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ നമുക്ക് നല്ല വീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റായിട്ട് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ 2.5 ഇഞ്ചസാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ഡീപ്പായിട്ട് 4 ഇഞ്ചസും എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വി ഷേപ്പിലാണ് ഞാൻ ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് നെക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. വി ഷേപ്പിൽ ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചസാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഡീപ്പായിട്ട് 2 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കർവിലായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഫ്രോക്കിന് വേണ്ടി ഞാൻ ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള മെറ്റീരിയൽ തന്നെയാണ്, എന്നാലും ലൈനിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സെയിം മെഷർമെൻറ്റ്സിൽ തന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ മുന്നേ മെഷർ ചെയ്തെടുത്തില്ലേ അതുപോലെ തന്നെ ഞാൻ ലൈനിങ് പീസിലും അംബ്രല്ല കട്ടായിട്ട് തന്നെ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ നിന്നും 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഈ ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു നെക്ക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ക്രോസ് കട്ടും കൂടി ഇട്ടിട്ട് മറിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇങ്ങനെ മറിച്ചിട്ടെടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെയും നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു ബട്ടണാണ് കേട്ടോ ബാക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹുക്കും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ഇതിൻ്റെ ഷോൾഡറാണ് കേട്ടോ. അപ്പോൾ നല്ല വശത്തിന് മുകളിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ രണ്ടും ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നല്ല ഭാഗവും ലൈനിങ് പീസും കൂടെ ഒരു ഭാഗത്ത് വരണം കേട്ടോ. നല്ല ഭാഗം രണ്ടും ഒരു ഭാഗത്തും ലൈനിങ് പീസ് രണ്ടും ഒരു ഭാഗത്തും വരുന്ന രൂപത്തിൽ 2 സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനിതാ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതാ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ ഒരു ബട്ടൺ കൊടുക്കാനുള്ള ഗ്യാപ്പാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഇലാസ്റ്റിക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെങ്ത്തായിട്ട് ഞാനൊരു 9 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 9 ഇഞ്ചസിൽ ഇതുപോലെ കർവായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കർവിൽ ഞാൻ 2 ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലും സെയിം മെത്തേഡിൽ തന്നെ 9 ഇഞ്ചസിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് ഞാൻ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 2 സ്റ്റിച്ചസ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് ഉണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ ഇതുപോലെ 2 ലൈന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതാ ഈ ഒരു വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗ്യാപ്പിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുള്ള ഒരു ഗ്യാപ്പാണ് കേട്ടോ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ 11 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. 2 സൈഡിലേക്കും ആ ഒരു മെഷർമെൻറ്റ്സിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഇലാസ്റ്റിക് ഉണ്ടല്ലോ അത് നമ്മളൊരു പിൻ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ കൂടെ നമുക്ക് ഈ ഒരു ഇതിനെ കോർത്തെടുക്കാം. അപ്പോൾ 2 സൈഡിലും ഇലാസ്റ്റിക്കിനെ ഇതുപോലെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് അനുസരിച്ച് ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് ചെയ്യുമ്പോൾ ആ ഇലാസ്റ്റിക് ആ ഒരു ഫാബ്രിക് ഉണ്ടല്ലോ ഇലാസ്റ്റിക്കിൽ അങ്ങ് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ 2 സൈഡിലും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിൻ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ ഇതാ ഇതുപോലെ കേട്ടോ ഉൾഭാഗത്ത് വരുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ പീസൊക്കെ ആ ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് നല്ല വിടത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗം കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇടുമ്പോൾ ഇറിറ്റേഷനൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗം ഞാൻ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സിമ്പിൾ ഫ്രോക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഫ്ലവർ കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ഫാബ്രിക്കിലാണ് ഞാൻ ഈ ഒരു റോസ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഓരോ ഇതിലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ലെയറായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഓരോ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ് ഞാൻ റോസ് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫാബ്രിക്കിലേക്കും നല്ല സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ലൊരു ഒറ്റ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ താഴെ ഭാഗത്തേക്കും ചെറുതായിട്ടൊരു ലെയറായിട്ട് ഒരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നോർമലായിട്ട് ഒരു ഫ്രോക്ക് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ബാക്കി ക്ലോത്ത് വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ പീസ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഫ്ലവറോ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫ്രോക്കിലേക്ക് ഇത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു പീസിനെ ഞാൻ നടുവിലായിട്ട് ഒരു ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലോങ് ആയിട്ടൊന്ന് ഫ്രില്ല് ചെയ്തിട്ട് ഇതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓരോ
തുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഭാഗത്ത് തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അംബ്രല്ല ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഒരു സൈഡിലാണ് കേട്ടോ ഞാൻ ആ ഫ്ലവറും അതിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഡിസൈനും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.